ഇരിഞ്ഞാലക്കുട രൂപതയിൽ ഈ വർഷം വൈദികരുടെ മൃതദേഹ സംസ്കാരം ഇത് രണ്ടാം തവണയാണ്. കഴിഞ്ഞ ജനുവരി മാസത്തില് മരണം വഴി നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയത് ജോൺസൺ ജി ആലപ്പാട്ടച്ഛനായിരുന്നു. അന്ന് അച്ഛൻ്റെ സഹപാഠി എന്ന നിലയിൽ വചന സന്ദേശം ഞാൻ തന്നെയാണ് പങ്കുവച്ചത്. ഇന്ന് ബഹുമാനപ്പെട്ട ചുങ്കത്തച്ഛൻ്റെ മൃതദേഹ സംസ്കാര ശുശ്രൂഷയിൽ ഈ വചന സന്ദേശം പങ്കുവയ്ക്കാൻ വീണ്ടും എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ പെട്ടെന്ന് മനസ്സിൽ വന്നത് 6 മാസം മുൻപ് ഞാൻ തന്നെയാണല്ലോ പറഞ്ഞത്, വേറെ ആരെങ്കിലും ഒന്ന് നോക്കിയാലോ എന്നൊരു ചിന്തയായിരുന്നു. കൊച്ചച്ഛന്മാരായിരുന്ന റാഫേൽ പഞ്ഞിക്കാരൻ അച്ഛൻ, ജോയ് പാലിയേക്കര അച്ഛൻ തുടങ്ങിയ അച്ഛന്മാരൊക്കെ ഈ കൂട്ടത്തിലുണ്ട്. എങ്കിലും എന്നോടത് പറയാൻ ആവശ്യപ്പെട്ടപ്പോൾ വളരെ സ്നേഹത്തോട് തന്നെയാണ് ചുങ്കത്തച്ഛൻ്റെ ഓർമ്മകൾ അയവിറക്കാനായിട്ട് ഞാനും ആഗ്രഹിച്ചത്. 1990 ജനുവരി മുതൽ 91 ജൂലൈ മാസം വരെയുള്ള 1.5 വർഷത്തെ കാലയളവിലാണ് ഞാൻ പൗരോഹിത്യം സ്വീകരിച്ചിട്ട് എൻ്റെ ആദ്യത്തെ പോസ്റ്റിംഗ് കുറ്റിക്കാടായിരുന്ന സമയത്ത് ഞാൻ ചുങ്കത്തച്ഛൻ്റെ കൂടെ കൊച്ചച്ഛനായിട്ട് ആ സേവനം അനുഷ്ഠിച്ചത്. പിതൃവാത്സല്യത്തിൻ്റെ ആൾരൂപമായി, കരുതലിൻ്റെ കാവലാളായി, ശുശ്രൂഷയുടെ പാഠപുസ്തകമായി, കരുണയുടെ നീരുറവയായി, വിശ്വാസത്തിൻ്റെ കോട്ടയായി, ശാന്തതയുടെ നിർജ്ജരിയായി, അറിവിൻ്റെ ഭണ്ഡാരമായി, വിശേഷണങ്ങൾ എത്ര വേണമെങ്കിലും കൂട്ടിച്ചേർക്കാം, ഒട്ടും അതിശയോക്തി ഇല്ലാതെ തന്നെ. ആ വല്യച്ഛൻ്റെ ദീപ്ത സ്മരണകൾക്ക് മുൻപിലാണ് ഞാൻ പ്രണാമം അർപ്പിച്ച് അച്ഛനെക്കുറിച്ചും ഈ ദിനത്തെക്കുറിച്ചുമുള്ള ചിന്തകൾ പങ്കുവെക്കുക. സന്തുഷ്ടമായ മരണമാണ് ഒരു മനുഷ്യന് ജീവിതത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമെന്ന് പങ്കുവച്ചത് മദർ തെരേസയായിരുന്നു. പിതൃസന്നിധിയിലേക്ക് യാത്രയാകുന്ന ക്രിസ്തു തന്റെ പിതാവിന്റെ ഭവനത്തിലേക്ക് താൻ മടങ്ങിപ്പോകുന്നുവെന്ന് ശിഷ്യന്മാരെ പ്രബോധിപ്പിച്ചതും ഇതേ ഒരു അർത്ഥത്തോടു കൂടെ തന്നെയായിരുന്നു. പിതൃഭവനത്തിലേക്കുള്ള ഒരു മടക്കയാത്രയാണ് മരണമെന്നുള്ള ആ ഒരു വലിയ സന്ദേശം നമുക്കായി നൽകിക്കൊണ്ട് അത്തരത്തിൽ സന്തോഷത്തോടുകൂടെ പിതൃഭവനത്തിലേക്ക് യാത്രയാകണമെന്നുണ്ടെങ്കിൽ സന്തോഷഭരിതമായ ഒരു ബാല്യവും കൗമാരവും, അർത്ഥപൂർണമായ ഒരു യൗവനവും, സംതൃപ്തദായകമായ ഒരു വാർദ്ധക്യവും ഒരുവന് അനിവാര്യമായി മാറുന്നു. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് അർത്ഥപൂർണമായ ഒരു ജീവിതം നാളിതുവരെ കാഴ്ചവെച്ച എൻ്റെ വല്യച്ഛന് ദൈവസന്നിധിയിലേക്കുള്ള തിരികെ യാത്രയും സന്തോഷത്തോടുകൂടെ ആകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നുവെന്ന് മനസ്സിലാക്കുക. 1936 ഓഗസ്റ്റ് മാസത്തിലെ ചുങ്കത്ത് ചെറിയക്കുട്ടി ഏലിയക്കുട്ടി ദമ്പതികളുടെ 4 മക്കളില് ഒരുവനായി അച്ഛൻ ജനിച്ച കാര്യം കിരണച്ഛൻ ആമുഖത്തിൽ ഇവിടെ സൂചിപ്പിച്ചു. ജ്യേഷ്ഠ സഹോദരൻ റപ്പായി ചേട്ടൻ നിത്യസൗഭാഗ്യത്തിനായി വിളിക്കപ്പെട്ടു. അഗസ്റ്റിൻ ചേട്ടനും സിസ്റ്റർ ജോർജീനയും ഇവിടെ ഇന്ന് നമ്മളോടൊപ്പമുണ്ട്. ബാല്യം അച്ഛനെ സംബന്ധിച്ചിടത്തോളം അമ്മയുടെ അസാന്നിധ്യം ഉണ്ടായിരുന്നെങ്കിലും വളരെ സന്തോഷത്തോടു കൂടെ തന്നെയാണ് അച്ഛൻ ചെലവഴിച്ചതെന്ന് അച്ഛൻ്റെ ഓർമ്മകൾ എപ്പോഴും അച്ഛൻ പറയാറുണ്ട്. മൃതദേഹ സംസ്കാര ശുശ്രൂഷയുടെ 2ാം ഭാഗം, ആ 2ാം ഭാഗത്തിലെ ഒരു പാട്ട് ഇപ്രകാരമായിരുന്നല്ലോ: അന്നൊരു നേരിയ നാദം കേട്ടു, ദൈവിക വിളിയുടെ മോഹനനാദം, മാനസവേദിയിൽ ആഞ്ഞു പതിഞ്ഞു, വേരുപിടിച്ചത് പൂക്കളണിഞ്ഞു, കർത്താവേ നിൻ വിളിയുടെ ശബ്ദം പിഞ്ചെന്നവനെ കൈവെടിയല്ലേ. കുഞ്ഞുനാളിലെ ആ മകനിലുണ്ടായ ദൈവവിളിയുടെ നാദം തിരിച്ചറിഞ്ഞ ആ മാതാപിതാക്കൾ 4 മക്കളില് 3 ആൺമക്കളില് ഒരാളെ ദൈവത്തിനായി കൊടുക്കുകയും ഏക സഹോദരി ഹോളി ഫാമിലി സന്യാസിനി സമൂഹത്തിന്റെ ഒരു അംഗമായി മാറാനായിട്ട് നൽകുകയും ചെയ്തതിലൂടെ ദൈവത്തിന് 50% മാറ്റിവെച്ച ഒരു വലിയ പാരമ്പര്യം
ചുങ്കത്ത് തറവാടിനുണ്ട് എന്നുള്ളത് സന്തോഷത്തോടെ അഭിമാനത്തോടെ അച്ഛനും പറയാറുണ്ടായിരുന്നു. ആ പരമ്പരയിൽ ഇന്ന് നമുക്ക് ഇവിടെ ആൻഡോ ചുങ്കത്തച്ഛനും അജി ചുങ്കത്തച്ഛനും ജോസ് ചുങ്കനച്ഛനും ആ തായ്വഴിയിൽ 6 പേര് ചുങ്കത്ത് തറവാട്ടിൽ ഉണ്ട് എന്ന് നമുക്കറിയാം. ഒപ്പം അച്ഛന്റെ അമ്മായിയുടെ വീടായ പാലിയേക്കര തറവാട്ടിൽ നിന്നുള്ള വൈദികരും ഇന്ന് നമ്മളോടൊപ്പമുണ്ട്. 1964 വൈദിക പട്ടം സ്വീകരിച്ച ചുങ്കത്തച്ഛൻ ഞാനന്ന് ജനിച്ചിട്ടില്ല. അച്ഛന്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത് പുതുക്കാട്, കുറ്റിക്കാട് പള്ളികളിലെ കൊച്ചച്ഛനായിരുന്നു കൊണ്ടാണ്. 18 പള്ളികളിലെ വികാരിയായിരുന്നു. അതില് കൽപ്പറമ്പ്, കുറ്റിക്കാട്, പുത്തഞ്ചിറ, അമ്പഴക്കാട്, ഫൊറോനകളിലെ വികാരിയച്ഛനായിട്ടും മറ്റ് 14 പള്ളികളിലെ വികാരി എന്ന നിലയിലും അച്ഛൻ ചെയ്ത സ്തുത്യർഹമായ സേവനം ഏവരും അനുസ്മരിക്കുന്നുണ്ട്. തുടർന്ന് മൈനസ് സെമിനാരിയിലെ സ്പിരിച്വൽ ഫാദറായിട്ടും ലീജിയൻ ഓഫ് മേരിയുടെ രൂപത ഡയറക്ടറായിട്ടും മാതൃവേദി ഡയറക്ടറൊക്കെ ആയിട്ടുള്ള അച്ഛന്റെ ശുശ്രൂഷ 40 വർഷം കർമ്മനിരതമായ ശുശ്രൂഷ തന്നെയാണ് അച്ഛൻ നിർവഹിച്ചിരുന്നത് എന്ന് നമുക്കൊക്കെ അറിയാം. കഴിഞ്ഞ 20 വർഷത്തോളമായി അച്ഛൻ പ്രീസ്റ്റ് ഹോമിലെ ആ ഒരു ഭവനത്തിലായിരുന്നു അച്ഛന്റെ ശിഷ്ടകാലം ചെലവഴിച്ചിരുന്നത് എന്നും നമുക്കൊക്കെ അറിയാം. ഇന്നലെ മിനിഞ്ഞാന്ന് അച്ഛന്റെ മരണവാർത്ത അറിഞ്ഞതിന് ശേഷം കുറ്റിക്കാട് നിന്നും മാരാങ്കോട് നിന്നും എനിക്ക് പരിചയമുള്ള പലരും, അവരിൽ പലരും ഇവിടെ ഇരിക്കുന്നുണ്ട്, അച്ഛന്റെ ഓർമ്മകൾ അയവിറക്കിക്കൊണ്ട് വിളിച്ചിരുന്നു. ഇന്ന് അച്ഛനിരുന്ന കുണ്ടുകാട്, പൊങ്ങണങ്കാട് ഇടവകയിൽ നിന്നുള്ള ആളുകളും ഈ മഴയത്ത് അവര് പ്രതികൂലമായ കാലാവസ്ഥയെ അവഗണിച്ചുകൊണ്ട് തന്നെ വണ്ടിയിലും ബസ്സിലൊക്കെ ആയിട്ട് ഇവിടെ വന്നു പോയതും ഞാൻ ഓർക്കുന്നു. അവരുടെയൊക്കെ മനസ്സിൽ അവരുടെ വികാരിയായിരുന്ന ഇഗ്നേഷ്യസത്തിനെ കുറിച്ചുള്ള ദീപ്തമായ സ്മരണകൾ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നറിയുന്നത് ഒരു വൈദികന്റെ ജീവിതം എത്രമാത്രം ആളുകളെ സ്പർശിക്കുന്നു എന്നുള്ളതിന്റെ ഒരു നേർക്കാഴ്ചയായിട്ട് എനിക്കും അനുഭവപ്പെട്ടു. ഞാൻ അച്ഛനിൽ നിന്ന് പ്രധാനമായിട്ടും പഠിച്ച ഒരു 6 പാഠങ്ങൾ ഒന്ന് ചുരുക്കി അവതരിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുക. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിന്റെ 12-ാം വചനത്തില് ഉത്തിതനായ ക്രിസ്തു അപ്പസ്തോലന്മാര് തന്നെ വിട്ട് വീണ്ടും പഴയ പണിയിലേക്കൊക്കെ പോയപ്പോൾ അവരെ തിരിച്ചു കൊണ്ടുവരുന്ന സമയത്ത് അവർക്ക് വേണ്ടി പ്രാതലൊരുക്കിയിരുന്ന് അവരോട് പറയുന്നുണ്ട്, കുഞ്ഞുങ്ങളെ, നിങ്ങൾ വന്ന് എന്തെങ്കിലും കഴിക്കൂ. എന്റെ ഓർമ്മയിൽ ആദ്യത്തെ ഓർമ്മ ചുങ്കത്തച്ഛനെ കുറിച്ച് പ്രാതലൊരുക്കി ഞങ്ങൾ കൊച്ചച്ഛന്മാരെ കാത്തിരിക്കുന്ന ഒരു വല്യച്ഛന്റെ ഓർമ്മയാണ്. രാവിലെ 5 മണിക്ക് മുമ്പ് അച്ഛൻ ഉണരും. ഞങ്ങള് നേരം വൈകി എഴുന്നേൽക്കുന്നവരായിരുന്നു. അച്ഛൻ ഉണർന്നു കഴിഞ്ഞാൽ അവിടെ പോയി അച്ഛൻ കാപ്പി തിളപ്പിക്കും. കാപ്പി തയ്യാറായി കഴിയുമ്പോൾ ഞങ്ങളെ വന്ന് വിളിച്ചിട്ട് പറയും, ദേ കാപ്പി കുടിച്ചു. അച്ഛന് ഷുഗറിന്റെ പ്രോബ്ലം ഉള്ളതിന്റെ പേരിൽ രാവിലെ ചിലപ്പോൾ അച്ഛൻ പഴം കഴിക്കും. എനിക്കും നീട്ടും. എന്നോട് പറയും, കഴിച്ചോ. പഴുത്തില്ലെങ്കിലും അച്ഛൻ അതും തട്ടിയിട്ട് പറയും, ആയുർവേദ പഴുപ്പാണ്, കഴിച്ചോളൂ, കുർബാനയ്ക്ക് ഇനി എപ്പോഴാണ് ഇനി കഴിക്കാൻ പറ്റുക? ഞാൻ പറയും, അച്ഛാ എനിക്ക് പറ്റില്ല. അപ്പൊ അച്ഛൻ പറയും, കൊച്ചച്ഛനും വേണ്ട, ചെമ്മാച്ചനും വേണ്ട, എന്ന പാവം വല്യച്ഛൻ കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അച്ഛനും കഴിക്കും, ഞങ്ങളെ കാപ്പി കുടിപ്പിക്കും. വലിയൊരു കരുതല്. കുർബാന കഴിഞ്ഞ് ഒപ്പീസിന് പോകുമ്പോ, ഒപ്പീസ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ആരെങ്കിലൊക്കെ കാണാനുണ്ടെങ്കിൽ അച്ഛൻ പറയും, അച്ഛാ നമ്മുടെ ആരോഗ്യം നമ്മൾ നോക്കണം, അച്ഛൻ കാപ്പി കുടിക്കും, അതിനുശേഷം കണ്ടാൽ മതി. വളരെ കരുതലോടുകൂടെ എപ്പോഴും ഞങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു വല്യച്ഛന്റെ ആ ഒരു വലിയ ഓർമ്മ അതെനിക്കൊരിക്കലും മറക്കാനായിട്ട് കഴിയില്ല. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തില് ധൂർത്തപുത്രനെ അകലെ വെച്ച് കണ്ട് ആ പിതാവിന്റെ ഒരു ഓർമ്മ അച്ഛന്റെ മനസ്സ്, അച്ഛനെ ഞാൻ കാണുമ്പോൾ എപ്പോഴും ഓർക്കും. കാരണം വൈകുന്നേരങ്ങളിൽ ചിലപ്പോ ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോകും. ക്ലാസ് എടുക്കാൻ വലിയ അറിവൊന്നും ഇല്ലെങ്കിലും അന്നും ഇതുപോലെ ആരെങ്കിലുമൊക്കെ വിളിച്ചാൽ ഞാൻ പോകുമായിരുന്നു. അത് തൃശ്ശൂർ രൂപതയിലെ പള്ളികളിലും പോകുമായിരുന്നു. ഞാൻ പോയി തിരിച്ചു വരുന്നവരെ വല്യച്ഛൻ ഉറങ്ങാതെ ഉണ്ടാകും. അന്ന് മൊബൈൽ ഫോണൊന്നും ഇല്ലല്ലോ. എപ്പോഴാ വരിക, എപ്പോഴാ പോവുക എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായി പറയാനുള്ള സമയവും സാഹചര്യം ഉണ്ടാകാറില്ല. പക്ഷേ എത്ര വൈകിയാലും എന്റെ സ്വരം കേട്ട് കഴിഞ്ഞാൽ വാതിൽ തുറന്ന് പോയ കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ച് അവിടുത്തെ വിശേഷങ്ങൾ അറിഞ്ഞ് എല്ലാം അറിഞ്ഞതിന് ശേഷമേ അച്ഛൻ കിടക്കാൻ പോകാറുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അച്ഛനോട് എനിക്കുണ്ടായിരുന്ന ആത്മബന്ധം ധൂർത്തപുത്രനെ അകലെ വെച്ച് കാണുന്ന ഒരു പിതാവിനെ പോലെ തന്നെ എന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഞാൻ എവിടെ പോയാലും അച്ഛന്റെ ആ ഒരു വലിയ ഒരു കരുതല് ഞാൻ എപ്പോഴും അനുഭവിച്ചുകൊണ്ടിരുന്നു എന്നുള്ളത് അത് തർക്കമില്ലാത്തൊരു വസ്തുത തന്നെയാണ്, സത്യം തന്നെയാണ്. മൂന്നാമതായിട്ട് ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 17-ാം വചനത്തില്
കർത്താവ് പ്രേക്ഷിത വേലയ്ക്ക് അയച്ച 70 പേര് തിരിച്ചു വന്നപ്പോൾ കർത്താവ് ആനന്ദിച്ചുകൊണ്ട് പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നുണ്ട്. ചുങ്കത്തച്ഛന്റെ ഒരു പ്രത്യേകത ഞങ്ങളെയൊക്കെ ധാരാളം പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. ഞങ്ങൾ ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകളിലും അച്ഛന്റെ കയ്യൊപ്പ് ചാർത്തിക്കൊണ്ട് അതെല്ലാം അച്ഛൻ വളരെ സന്തോഷത്തോടുകൂടെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ പ്രോത്സാഹനവും നൽകുമായിരുന്നു. കുറ്റിക്കാട് പള്ളിയുടെ മണിമാളിക ഇപ്പോഴും അച്ഛന്റെ ഒരു സ്മാരകമായിട്ട് അവിടെയുണ്ട്. പള്ളികൾ 2 മാറി പണിതെങ്കിലും മണിമാളിക മാത്രം ഇപ്പോഴും പൊളിച്ചിട്ടില്ല. അന്ന് ആ മണിമാളിക പണിയുന്ന സമയത്ത് എന്നെ ഈ കമ്മിറ്റിക്കാരുടെ കൂടെ കേരളത്തിലുള്ള മിക്കവാറും മണിമാളികൾ, നല്ല മണിമാളികളൊക്കെ കാണാനായിട്ട് ഇവരുടെ കൂടെ പറഞ്ഞയക്കും. ഞങ്ങൾ പോയി വന്ന് റിപ്പോർട്ടൊക്കെ കണ്ട് ഏറ്റവും നല്ലത് പണിയണം, അടുത്ത ഒരു 50 കൊല്ലത്തേക്കുള്ള ഒരു മണിമാളിക നമുക്ക് പണിയണമെന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴും പ്രോത്സാഹനമായി കൂടെ നിന്ന് ഞങ്ങളെ ആ ഒരു വലിയ ദൗത്യത്തിനായിട്ട് അയച്ച വല്യച്ഛൻ, അത് ഞങ്ങൾ ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകളും അത് അച്ഛന്റെ ക്രെഡിറ്റ് എടുക്കാതെ ഞങ്ങൾക്ക് തന്നുകൊണ്ട് അതെല്ലാം കൊച്ചച്ഛനാണ് എന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴും കൊച്ചച്ഛന്മാരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വല്യച്ഛനെ എനിക്ക് എങ്ങനെ മറക്കാൻ കഴിയും. എന്റെ അമ്മൂമ്മ ആ സമയത്ത് പഴങ്ങനാട് ഹോസ്പിറ്റലിലായിരുന്നു. എനിക്ക് സ്വന്തമായിട്ട് ബൈക്കില്ല. തൊട്ടടുത്തുള്ള പാറയ്ക്കൽ ഫ്രീജോന്റെ വീട്ടിലെ പേപ്പന്റെ ബൈക്ക് എടുത്തുകൊണ്ടാണ് ഞാൻ പഴങ്ങനാട് ആശുപത്രിക്ക് പോകാറ്. അപ്പോഴും അച്ഛൻ എപ്പോഴും പറയും, സൂക്ഷിച്ചു പോകണം, തിരിച്ചു വരുന്നവരെ അച്ഛന്റെ ആ ഉറങ്ങാത്ത കണ്ണുകൾ എന്നെ കാത്തിരിക്കുന്നു എന്നുള്ള ആ ഒരു വലിയ ഒരു നിശ്ചയം എനിക്കുള്ളതിന്റെ പേരിൽ ഞാൻ എത്രയും പെട്ടെന്ന് വരാൻ ശ്രമിക്കുമായിരുന്നു. 1991 അന്ന് രാജീവ് ഗാന്ധിയുടെ കൊലപാതകം നടന്ന ദിവസം അന്ന് ഹർത്താലായിരുന്നു. അന്ന് കുറ്റിക്കാട് ഇടവകയിലെ ഒരു കരിപ്പായി വർഗീസച്ചന്റെ ഹോളി ക്രോസ് സഭയിലെ ഒരു അച്ഛന്റെ തിരുപ്പട്ടം കളമശ്ശേരി കാക്കനാട് വെച്ച് നടക്കുന്നു. വല്യച്ഛൻ എന്നോട് പറഞ്ഞു, അച്ഛാ നമ്മളെല്ലാവരും വിളിച്ചതല്ലേ, പട്ടം എന്തായാലും മാറ്റി വെക്കുന്നില്ലല്ലോ, നമുക്ക് പോകണ്ടേ? ഞാൻ പറഞ്ഞു, ഞാൻ പോയിട്ട് വരാം, ബൈക്കിന് പോകാം. അല്ല അച്ഛാ, ഞാനും കൂടി വരാം. അന്ന് ബൈക്ക് സ്കൂട്ടറാണ്. ആ സ്കൂട്ടറിന്റെ പുറകിലിരുന്ന് ഞാനും വല്യച്ഛനും കൂടെ അന്ന് ഈ ബന്ദിന്റെ ദിവസം, അന്ന് ഒത്തിരി പ്രശ്നമുള്ള സമയമായിരുന്നു, ഞങ്ങൾ 2 ആളും കൂടി അന്ന് കളമശ്ശേരിയിൽ ഹോളി ക്രോസ് സഭയിലുള്ള ആ വൈദികന്റെ പട്ടത്തിന് പോയത് ഞാൻ ഇപ്പോഴും ഓർക്കാണ്. കർത്തവ്യ നിർവഹണത്തിലാണെങ്കിൽ കാർക്കശകാര്യം തന്നെയാണ്. അച്ഛൻ വളരെ സോഫ്റ്റ് ആണ്, വളരെ ശാന്തമായിട്ടാണ്. പക്ഷേ ചില കാര്യങ്ങളിൽ രൂപതയുടെ തീരുമാനം, സഭയുടെ തീരുമാനം എന്തെങ്കിലും ഉണ്ടോ അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് അത് ഏതറ്റം വരെ പോകാനും അച്ഛന് യാതൊരു മടിയില്ലായിരുന്നു. കുറ്റിക്കാട് ഇടവകയിൽ ഇരുന്ന സമയത്ത് ഇടവക തിരിയുന്നതുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളിൽ ഏറെ മണിക്കൂറുകൾ അച്ഛൻ ഒരു ബന്ധനാവസ്ഥയിൽ കഴിഞ്ഞതും ഞാൻ ഓർക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴൊന്നും അച്ഛന് ആ ഒരു വിഷയത്തിൽ യാതൊരു തരത്തിലും ഒരു മനക്ലേശമില്ലായിരുന്നു. കൃത്യമായ രീതിയിൽ അച്ഛൻ ആ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ശ്രമിക്കുമായിരുന്നു. അച്ഛൻ എന്നെ അതിശയിപ്പിച്ച മറ്റു ചില കാര്യങ്ങളിൽ ഒന്ന്, ഒരു വിജ്ഞാനദാഹിയായ ഒരു വൈദികൻ എന്നുള്ളത് അച്ഛന് കൃത്യമായി ചേരുന്നൊരു വിശേഷണമാണ്. ഡൊമിനിക് നമ്മുടെ ലക്കോടയറിന്റെ വൈദികരെ കുറിച്ചുള്ള ഒരു നിർവചനം ഞാൻ ആദ്യമായിട്ട് കേട്ടത് ചുങ്കത്തച്ഛനിൽ നിന്നാണ്. അത് ഈ അടുത്ത കാലം വരെ ഞാൻ അച്ഛൻ്റെ അടുത്ത് ചെല്ലും, അച്ഛനോട് ഞാൻ ചോദിക്കും, അച്ഛാ ആ ലക്കോടയറിന്റെ ഡെഫിനേഷൻ ഒന്ന് പറയാവോ? കൃത്യമായിട്ട് ഇംഗ്ലീഷിൽ ഒരു പ്രശ്നവുമില്ലാതെ അച്ഛനത് പറയുമായിരുന്നു. ഈ ലോകത്തിൽ ജീവിക്കുന്നുവെങ്കിലും ഈ ലോകത്തിൻ്റെതാകാതിരിക്കാൻ, ആരുടെയും സ്വന്തമാകാതെ എല്ലാവരുടെയും സ്വന്തമാകാൻ, എല്ലാ വേദനകളിലും പങ്കുചേരാൻ, എല്ലാ രഹസ്യങ്ങളിലേക്കും കടന്നു ചെല്ലാൻ, എല്ലാ മുറിവുകളും സുഖപ്പെടുത്താൻ, മനുഷ്യരുടെ പ്രാർത്ഥനകൾ ദൈവത്തിലേക്കും ദൈവത്തിന്റെ കൃപയും പ്രത്യാശയുമായി മനുഷ്യരിലേക്ക് പോകാൻ, ഉപവിക്കാതിരിക്കുന്ന ഹൃദയം സ്വന്തമാക്കാൻ, ബ്രഹ്മചര്യം കാക്കാൻ, കരുത്തുറ്റ മനസ്സാകാൻ, ആശ്വസിപ്പിക്കാൻ, അനുഗ്രഹിക്കാൻ, പഠിപ്പിക്കാൻ, പാപം മോചിക്കാൻ, നീ എന്നും പുരോഹിതൻ. ഹാ ദൈവമേ, എത്രയോ അനുഗ്രഹീതമായ ജീവിതം അല്ലയോ പുരോഹിത, ഇത് നിന്റെ സ്വന്തം. എത്ര പ്രാവശ്യം എന്നോട് ഇത് അച്ഛൻ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ ഓർമ്മയില്ല. അത് ഈ അവസാന നാളുകളിലും അച്ഛൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഞാൻ അച്ഛൻ്റെ അടുത്ത് ചോദിക്കുമായിരുന്നു. അച്ഛൻ എന്നെ അത് പറഞ്ഞ് കേൾപ്പിക്കും. വളരെ സന്തോഷത്തോടു കൂടെ എപ്പോഴും അച്ഛനതായിരുന്നു. ഞാൻ മേലടൂര് പള്ളിയിലെ കൊറോണ കാലത്ത് വൈദികനായിരിക്കുന്ന സമയത്ത്, അവിടുത്തെ ഇടവകാരി ആയിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഓട്ടോറിക്ഷയില് ചുങ്കത്തച്ഛൻ അവിടെ എത്തി. കയ്യില് ഒരു കിറ്റിൽ നിറച്ച് ഡ്രൈ ഫ്രൂട്ട്സും ഉണ്ട്. ഞാൻ അന്ന് ബുധനാഴ്ച നൊവേന നടക്കുന്ന ദിവസം ഞാൻ ചോദിച്ചു, അച്ഛൻ ഈ ഒരു അവസ്ഥയിൽ, അത് 4 വർഷം മുമ്പാണ്, ഈ ഒരു അവസ്ഥയിൽ അച്ഛൻ ഇങ്ങോട്ട് വന്ന് എന്തിനാ? ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. അല്ല അച്ഛാ, എനിക്ക് വരണം തോന്നി. അന്ന് എനിക്ക് തോന്നുന്നു ആലപ്പാടനത്തിന് അത്ര ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. സെന്റ് ജെയിംസിൽ നിന്ന് കൊറോണയുടെ സമയത്ത് അച്ഛന്മാര് പുറത്തു പോകുന്ന കാര്യം അത്ര പന്തിയല്ലായിരുന്നു. പക്ഷെ അച്ഛനോട് പോലും പറയാതെ
അച്ഛന് പോട്ട ഇടവകയിൽ സൗഹൃദമുണ്ടായിരുന്ന ഒരു ഓട്ടോറിക്ഷക്കാരനെയും വിളിച്ച് അച്ഛൻ ആളുടെ വണ്ടിയിൽ വരുമായിരുന്നു. എന്നോടൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു, എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകണം, മാളയിൽ എൻ്റെ വീട്ടിലേക്ക് പോകണമെന്ന് ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറയുമായിരുന്നു. അപ്പൊ ഞാൻ ചെല്ലുമ്പോഴൊക്കെ ആശ്വസിപ്പിക്കാൻ പറയും, തീർച്ചയായിട്ടും അച്ഛാ നമുക്ക് ഒരു ദിവസം പോകാം എന്ന് പറഞ്ഞെങ്കിലും അത് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല വല്യച്ഛ എന്നുള്ളത് മാത്രമാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ വിഷമത്തോടെ ഏറ്റു പറയാനുള്ളത്. കാനായിലെ കല്യാണ വിരുന്നിലെ ഒരു അമ്മ, മാതാവിന്റെ ഹൃദയം അച്ഛനുണ്ടായിരുന്നു. മറ്റുള്ളവരുടെ കുറവുകളും പോരായ്മകളും ഒക്കെ അറിയുന്ന നിമിഷത്തിൽ വേറെ ആരും അറിയാതെ അതിന് പരിഹാരം കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്ന ആ ഒരു വലിയ മനസ്സും അത് ചുങ്കത്തച്ഛനില് ഞാൻ പഠിച്ചറിഞ്ഞ കാര്യങ്ങളാണ്. പ്രിയമുള്ളവരെ, ഈ ഒരു 6 കാര്യങ്ങളിലൂടെ ഞാൻ ഈ വല്യച്ഛനെ ഞാൻ അവതരിപ്പിക്കുമ്പോൾ ഈ വല്യച്ഛൻ നമുക്ക് നൽകുന്ന ഒരു വലിയൊരു പ്രചോദനവും ഈ അച്ഛന്റെ അസാന്നിധ്യം നമ്മുടെ ഇടയിൽ സൃഷ്ടിക്കുന്ന ഒരു വാക്കുവും ഞാൻ തിരിച്ചറിയുന്നു. അച്ഛന്റെ ഈ അവസാന നാളുകളിൽ തലേ ദിവസമൊക്കെ ജനാളച്ചന്മാർ ചെല്ലുമ്പോൾ എല്ലാവർക്കും തന്റെ പൗരോഹിത്യ ജീവിതം എന്നുള്ള വലിയ ദാനം തന്ന ദൈവത്തിന് നന്ദി പറയുകയും എല്ലാവരെയും ബ്ലസ് ചെയ്തുകൊണ്ടാണ് അച്ഛൻ കിടന്നിരുന്നത്. അത്രയേറെ അച്ഛൻ തന്റെ പൗരോഹിത്യത്തെ വിലമതിച്ചിരുന്നു എന്നുള്ളത് നന്ദിയോടുകൂടെ ഓർക്കുന്നു. 2025 ക്രിസ്തു ജയന്തി ജൂബിലി വർഷമാണ്. പ്രത്യാശയുടെ തീർത്ഥാടകനായി നാം ജീവിക്കാനായിട്ട് ഫ്രാൻസിസ് പാപ്പ നമ്മെ ആഹ്വാനം ചെയ്തുകൊണ്ടാണ് കടന്നുപോയത്. ആ ഒരു പ്രത്യാശയുടെ സാന്നിധ്യമായിട്ടാണ് ചുങ്കത്തച്ഛൻ നമ്മുടെ ഇടയിൽ ജീവിച്ചത് എന്ന് അഭിമാനത്തോടെ നമുക്ക് ഓർക്കാൻ കഴിയട്ടെ. കൊരിന്തോസ്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന് 15-ാം അധ്യായമാണ് നാം ഇന്ന് വായിച്ചു കേട്ടത്. അതിന്റെ തൊട്ടു മുൻപുള്ള ഭാഗം നമ്മോട് പറയും, ഈ ജീവിതത്തിന് വേണ്ടി മാത്രം നാം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചവരാണെങ്കിൽ നാം എല്ലാ മനുഷ്യരെയും കാൾ നിർഭാഗ്യവന്മാരാണ്. ഈ ഒരു ജീവിതത്തിന്റെ പരിസമാപ്തിക്ക് വേണ്ടി ഇവിടെ സന്തോഷകരമായി ജീവിച്ചു തീരാൻ വേണ്ടിയിട്ടല്ല ക്രിസ്തുവിൽ നാം പ്രത്യാശ അർപ്പിച്ചത്. ആ പ്രത്യാശ അതുക്കും മേലെയാണ് ക്രിസ്തുവിലുള്ള വിശ്വാസം നമ്മെ നയിക്കുന്നത് ഉചിതമാകുന്ന മറ്റൊരു അനശ്വരമായ ജീവിതത്തിലേക്കുള്ള ഒരു പ്രത്യാശയോടുകൂടെയാണ് എന്ന് വചനഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കൊരിന്തോസ്കാർക്ക് 2-ാം ലേഖനത്തെ പൗലോസ്ലീഹ പറയുന്നത് പോലെ, നാം വസിക്കുന്ന ഭൗമികമായ ഈ ഭവനം നശിച്ചു പോകുമെങ്കിലും മനുഷ്യകരങ്ങളാൽ നിർമ്മിതമല്ലാത്തതും ശാശ്വതമായ ദൈവിക ഭവനം സ്വർഗത്തിൽ ഞങ്ങൾക്കുണ്ട് എന്നുള്ള വലിയ പ്രത്യാശ, വലിയൊരു ഉറപ്പ് ഞങ്ങൾക്കെല്ലാവർക്കുമുണ്ട്. ആ ഒരു ഉറപ്പിലാണ് ചുങ്കത്തച്ഛനെ നമ്മളെ യാത്രയാക്കുന്നത്. അതുകൊണ്ട് തന്നെ അച്ഛൻ ഞങ്ങളെ പിരിഞ്ഞു പോകുമ്പോൾ അച്ഛന്റെ അസാന്നിധ്യം ഞങ്ങളുടെ മനസ്സുകളിലെ ചെറിയ വിങ്ങലുണ്ടാക്കുന്നുണ്ടെങ്കിലും, ഞങ്ങളുടെ രൂപതയ്ക്ക് ഒരു വലിയ നഷ്ടമായി ഭവിക്കുന്നുണ്ടെങ്കിലും, തീർച്ചയായും അച്ഛൻ ഞങ്ങൾക്ക് മുൻപേ യാത്രയാകുന്നത് പിതാവായ ദൈവം അച്ഛനായി ഒരുക്കിയ സ്വർഗഗേഹത്തിലേക്കാണ് എന്നുള്ള ഒരു വലിയ ആ ഒരു ബോധ്യം ഞങ്ങൾക്കുള്ളതിന്റെ പേരിൽ ആ ഒരു പ്രത്യാശയോടുകൂടെ തന്നെയാണ് അച്ഛനെയും ഞങ്ങളെ യാത്രയാക്കുന്നത്. കഴിഞ്ഞ ഏതാണ്ട് 2 പതിറ്റാണ്ട് വേണമെങ്കിൽ പറയാം, 20 വർഷത്തോളം അച്ഛൻ സെന്റ് ജോസഫ് ഭവനിലായിരുന്നു. ഈ കഴിഞ്ഞ 4 വർഷങ്ങളില് അച്ഛന് ഒരു തുണ സഹായിയുടെ ഒരു ആവശ്യമായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ അഗസ്റ്റിൻ ചേട്ടൻ അത് കണ്ടറിഞ്ഞുകൊണ്ട് ഒരാളെ അച്ഛന് വേണ്ടി മാത്രമായിട്ട് അവിടെ നിർത്തുകയും അച്ഛന്റെ ആ ഒരു പരിചരണത്തിന് വേണ്ടി ഏൽപ്പിക്കുകയും ചെയ്തത് നന്ദിയോടുകൂടെ ഓർക്കുകയാണ്. അച്ഛൻ മരിക്കുന്നതിന്റെ തലേ ദിവസവും ആ കുടുംബാംഗങ്ങൾ പലരും തന്നെ അവിടെ വന്ന് അച്ഛന്റെ അടുത്തുനിന്ന് അനുഗ്രഹം വാങ്ങിച്ചതായിട്ടും എനിക്കറിയാം. തീർച്ചയായും ആ കുടുംബം അച്ഛനോട് ചേർന്ന് യാത്ര ചെയ്തിട്ടുണ്ട്. ഞാൻ കൊച്ചനായിരിക്കുന്ന സമയത്തും അഗസ്റ്റിൻ ചേട്ടനും അതുപോലെ ജെയിംസും അതുപോലെ ജോർജീനയും ഇങ്ങനെയുള്ള അച്ഛന്റെ കുടുംബാംഗങ്ങളൊക്കെ കൂടെ വന്ന് അച്ഛന്റെ ആ ഒരു കരുതലും സ്നേഹവും അച്ഛന് അങ്ങോട്ട് കൊടുക്കുകയും തിരിച്ച് അവര് വാങ്ങുകയും ചെയ്തതായിട്ടൊക്കെ നന്ദിയോടുകൂടി ഓർക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഇരിഞ്ഞാലക്കുട രൂപതയ്ക്ക് സഭയ്ക്ക് നൽകിയ ഈ ഒരു വലിയ അച്ഛനെ പ്രതി, ഈ ഒരു വൈദിക സാന്നിധ്യത്തെ പ്രതി ഈ കുടുംബത്തോടുള്ള ഞങ്ങളുടെ നന്ദിയും സ്നേഹവും ഞങ്ങൾ പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. ആ തായ്വഴിയിൽ 6 പേരാണ് വൈദികരായിട്ടുള്ളതെന്ന് ഞാൻ അറിയുന്നു. ഇനിയും നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ധാരാളം ദൈവവിളികൾ നമ്മുടെ സഭയ്ക്ക് വേണ്ടി ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പൗരോഹിത്യ വീതിയിൽ ഞങ്ങൾക്ക് മുന്നിൽ പ്രകാശമായി ജ്വലിച്ച് വഴിയായി നയിച്ച് ജീവനായി പകർന്ന് ഞങ്ങളെ പിന്നിട്ട് പോകുന്ന, അല്ലെങ്കിൽ ഞങ്ങൾക്ക് മുൻപേ യാത്രയാകുന്ന ഞങ്ങളുടെ ഇഗ്നേഷ്യസ് അച്ഛന്, ഇവിടെ കൂടിയിരിക്കുന്ന ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനാ മന്ത്രങ്ങൾ ഞങ്ങൾ ഉയർത്തുകയാണ്. അച്ഛൻ നിത്യതയിലേക്ക് പ്രവേശിക്കുന്നു, നിത്യതയിലേക്ക് ലയിക്കുന്നു എന്നുള്ള ബോധ്യത്തോടുകൂടെ ഈ ഒരു വിരഹത്തെ നമുക്ക് ഏറ്റെടുക്കാനായിട്ട് ശ്രമിക്കാം. അച്ഛന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ അച്ഛൻ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും. ഈ കഴിഞ്ഞ 4 വർഷങ്ങളിൽ അച്ഛൻ കടന്നുപോയ വേദനയുടെ കുറെ തീവ്രാനുഭവങ്ങളൊക്കെ ഉണ്ട്.
അതൊക്കെ അച്ഛന്റെ ശുദ്ധീകരണത്തിനായിട്ട് ഭവിച്ചിട്ടുണ്ട്, അച്ഛന്റെ വിശുദ്ധിയുടെ പ്രയാണത്തിലേക്ക് സഹായകരമായി മാറിയിട്ടുണ്ട് എന്ന് പൂർണ്ണമായിട്ട് നമ്മൾ വിശ്വസിക്കുകയും ചെയ്യുന്നു. അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ അച്ഛനോടും നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിത വീഥികളിൽ ഇനിയും പ്രകാശമായി കരുത്തായി അച്ഛൻ കൂടെ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, അതിനായി പ്രാർത്ഥിക്കുന്നു. ഇവിടെ ഈ ഒരു അവസരത്തിൽ ഒരുമിച്ച് കൂടിയ നിങ്ങൾക്ക് എല്ലാവർക്കും ഏറെ സ്നേഹത്തോടെ അച്ഛന്റെ പേരിലുള്ള നന്ദിയും അറിയിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും അനുശോചനം കുടുംബാംഗങ്ങൾക്കായിട്ട് ഞങ്ങൾ നൽകുകയും ചെയ്യുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ആമേൻ.